ചെയ്യുന്നതിനൊപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഒപ്പം തന്നെ വലതുവശത്തായി കാണുന്ന ചെറിയ ബെൽ ഐക്കൺ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോയുടെ പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഒപ്പം ഈ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു. ഹലോ, എല്ലാവർക്കും ടെക്നിക്സ് മാജിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ആധാർ കാർഡിന്റെ കോപ്പി ഫോണിൽ തന്നെ സൂക്ഷിക്കുന്നത് എന്നാണ്. അതായത് ഹാർഡ് കോപ്പിയായി നമുക്ക് ഫോണിൽ സൂക്ഷിക്കാം. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഫോൺ തന്നെ ഉപയോഗിച്ചാൽ മതി, കൊണ്ടുപോയി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന് നമുക്കൊരു ആപ്പിന്റെ ആവശ്യകതയുണ്ട്. ഈ ആപ്പ് നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭിക്കുന്നതാണ്. ആധാർ കാർഡ് എന്ന് നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്യാം. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ടോപ്പിൽ വരുന്ന ആപ്പാണ് ആധാർ കാർഡ് എന്റെ ആപ്പ്. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 4.2 റേറ്റിംഗ് ഒക്കെ ഉള്ള ഒരു ആപ്പാണ്. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും വളരെയധികം സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഉള്ള ഒരു ആപ്പാണ്. വളരെ നല്ലൊരു ആപ്പാണത്. നമുക്ക് ആധാറിന്റെ എല്ലാ ഫോർമാലിറ്റീസും ചെയ്യാൻ സാധിക്കും. മൊബൈൽ നമ്പറെ ബന്ധിപ്പിക്കാൻ സാധിക്കും, ഇമെയിലായിട്ട് ബന്ധിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും മുകളിലത്തെ ഓപ്ഷനിൽ ആധാർ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതൊന്ന് ലോഡാവാൻ ഇത്തിരി സമയം എടുക്കും. ഒരു അല്പസമയത്തിന് ശേഷം അത് ലോഡായി വരുന്നതാണ്. ഫ്രണ്ട്സ്, നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യൂ. നല്ല ടെക് വീഡിയോസ് ഒക്കെ ചാനലിലുണ്ട്, പുതിയ അപ്ഡേഷൻസ് വരുന്നതാണ്. ഒപ്പം തന്നെ ഈ വീഡിയോ ലൈക്കും ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ഏതായാലും അത് ഓപ്ഷൻ ലോഡായി വന്നിട്ടുണ്ട്, ആധാർ ഡൗൺലോഡ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ ആധാർ നമ്പർ എന്ന ഓപ്ഷനിൽ നമ്മൾ അവിടെ എൻറോൾമെന്റ് നമ്പർ, അതായത് ആധാർ കാർഡിന് മുമ്പിൽ ഒരു നമ്പർ ഉണ്ടാവും. ആ നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കുക. ആ നമ്പർ ടൈപ്പ് ചെയ്യാം. ഒരു 12 ഡിജിറ്റ് നമ്പറാണ്. അത് നമ്മൾ ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്തതിനു ശേഷം താഴെയായി നമ്മുടെ പേര്, അതായത് ഫുൾ നെയിം. ഇപ്പൊ താങ്കളുടെ ഫുൾ നെയിം എന്താണെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്യുക. പിന്നെ അതിന് താഴെയായിട്ട് നമ്മുടെ ഏരിയ പിൻകോഡ്, ആധാർ കാർഡിൽ ഉണ്ടാവും ആ പിൻകോഡ്, അതും ടൈപ്പ് ചെയ്യുക. അതിന് താഴെയായി ഒരു ക്യാപ്ച ഉണ്ടാവും. ആ നമ്പർ ബോക്സിൽ അത് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിനു ശേഷം നമുക്ക് ജനറേറ്റ് OTP എന്ന ഓപ്ഷനിൽ ഞെക്കുക. അപ്പോൾ നമ്മുടെ ആധാർ നമ്പറിലേക്ക് ആ മെസ്സേജ് വന്നിട്ടുണ്ടാവും. നിങ്ങൾ ഏത് നമ്പറാണ് ആധാർ കാർഡിൽ കൊടുത്തിരിക്കുന്നത് ആ മൊബൈൽ നമ്പറിലേക്ക് OTP വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ OTP വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ OTP റിസീവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ OTP ഇവിടെ അടിക്കാൻ പോവുകയാണ്. OTP ടൈപ്പ് ചെയ്തതിനു ശേഷം നമുക്ക് ഡൗൺലോഡ് ആധാർ എന്ന ഓപ്ഷൻ നിൽക്കുക. അപ്പോൾ കുറച്ച് പെർമിഷൻസ് ഉണ്ടാവും. ആ പെർമിഷൻസ് കൊടുക്കുക. ഇനി നമ്മൾ സെറ്റിംഗ്സിൽ നമ്മളെ ആധാറിന് പെർമിഷൻ എനേബിൾ ചെയ്യുക. ഇതിപ്പോൾ എല്ലാ ഫോണും ഓട്ടോമാറ്റിക്കായിട്ട് ആവുന്നതാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആധാർ കാർഡിന്റെ അവിടെ ഓപ്ഷനിലേക്ക് കഴിയുമ്പോൾ PDF ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ PDFന് ഒരു പാസ്വേഡ് ഉണ്ടാവും. ആ പാസ്വേഡ് നമ്മുടെ പിൻകോഡ് തന്നെയാണ്. അപ്പോൾ ഞാൻ PDF ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. PDF ഓപ്പൺ ആയി വരുമ്പോൾ പാസ്വേഡ് അടിക്കണം. പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്ത പിൻകോഡ് തന്നെയാണ്. എല്ലാവിടെയും അങ്ങനെയാണ് വരുന്നത്, നമ്മുടെ ആധാർ കാർഡിലെ പിൻകോഡ്. ഇനി ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും എല്ലാ ആധാർ കാർഡിന്റെ റഫ് കോപ്പിയാണ് വന്നിരിക്കുന്നത് PDF ഫയലായി. അപ്പോൾ നമുക്ക് ഇതിനെ നോക്കി എല്ലാ ഡീറ്റെയിൽസും നോക്കാൻ സാധിക്കുന്നതാണ്. വളരെ ഉപകാരമാണിത്. വളരെ ഫലപ്രദമായ ഒരു ആപ്പാണ്. ഇങ്ങനെ ചെയ്യുന്നതോടെ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ സമയത്ത് ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കിത് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ റഫ് കോപ്പിയായി സൂക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ സുഹൃത്തുക്കൾ, നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ തന്നെ എല്ലാവരും ഈ വീഡിയോ കാണുന്നതോടൊപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യുക. പിന്നെ പുതുതായി കാണുന്നവരെല്ലാവരും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി. താങ്ക് യു.